ചായ കുടിക്കട്ടെ കേട്ടോ. കോഫിയാണ് കോഫി. അത് വല്യമ്മ അതാ കേക്ക് കൂട്ടി ചേക്കിടും കൈക്കൊടുത്ത വല്യമ്മ. സുന്ദരി വല്യമ്മ കോഫി കുടിക്കുകയാണെന്ന് പാലാണ് കോഫിയിൽ പറഞ്ഞത്. നേരത്തെ കുടിച്ചത് എനിക്കാണെങ്കിൽ നല്ല എനർജി കിട്ടണം. രാവിലെ തന്നെ ഒരു കോഫി ഇളം മധുരത്തിലാട്ടോ. കൂടുതൽ മധുരമൊന്നും കഴിക്കാം. വല്യമ്മ കേക്കാണ് തിന്നുന്നത് കേട്ടോ. അടിപൊളി കേക്കാണ്. വല്യമ്മ രസമുണ്ടോ? കോഫി കുടിക്കാൻ ഇൻട്രസ്റ്റ് വേണം. അവൻ നമ്മൾ കേക്കതാ നല്ല സ്പോഞ്ച് അല്ല സ്പൈസി ആയ കേക്കാ. ഭയങ്കര അടിപൊളി. അപ്പോൾ തീരെ നോക്കിയിട്ട് കൊടുത്താലോ, നമ്മൾ കഴിച്ചാലോ? ചോക്ലേറ്റ് ഫ്ലേവർ കോഫി കേക്ക്. കോഫിയാണ് ഫ്ലേവർ. ഇന്നോളി സുബസ്കാരം കഴിഞ്ഞാലേ ചായ കുടിയാ. അല്ലാതെ പിന്നെ ആരെ നോക്കാനാണ്? മക്കൾ തന്നെ ഓല അങ്ങോട്ട് നോക്കണം. ഓല എന്നാ ഈ ബിസ്ക്കറ്റൊക്കെ എൻ്റെ ഫേവറേറ്റ് ബിസ്ക്കറ്റാണ്. അടിപൊളിയാണ്. രണ്ടാമത് തിന്നാനാണ്. നല്ല ടേസ്റ്റാണ്. ഇതൊന്ന് മേടിച്ച് നോക്കിയതാണ്. എന്ത് സ്മൈലാക്കാടെ പിടിയതാണല്ലോ. വളപുരത്ത് മേടിച്ചാ എത്ര ഇപ്പം ഇതിന് വില എന്നറിയില്ല. ഇതാട്ടെ അടിപൊളിയാ. രാവിലെ ഒരു കോഫി കുടിച്ചിട്ട് പിന്നെ അടിച്ചു വരാൻ പോകും. പത്തിരി ഉണ്ട് ചുട്ട് വെച്ചിട്ടിട്ട്. മുട്ടക്കറി ഉണ്ടാക്കാണ്ട്. പുതുപെണ്ണ് ചായ കുടിക്കുന്നേ. യശുണ്ടോ അല്ലിമ്മ? യശുണ്ടോ? ഈ ഒരു മുണ്ടന്നെ ഇടുള്ളൂ. ഇത് അല്ല കരം കുറവാന്ന് പറഞ്ഞിട്ട് ഇടുകയാണ്. മുണ്ടൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് പൊന്നാരെ. ഇടൂലേ. അടിച്ചോടിയത് അറ്റാക്ക് ഉണ്ടാവുണ്ടോ നിങ്ങളെ? ഞാൻ ഇപ്പം മയ്യത്താവുന്നുണ്ട്. ഞാൻ മയ്യത്തായ നിങ്ങൾക്കാരാണ്? ഒരിക്കൽ എൻ്റെ തീവ്രവം പറയാണ് എന്നോട്. ശരി ചേച്ചി അങ്ങനെ ഒരിക്കലും പറയരുതേ. അപ്പം മനുഷ്യൻ ജീവിച്ചാൽ മരിച്ചൂലായിരുന്നു. ഞാൻ ഒരു പാട്ട് പാടണം. ജലാലാമല്ല വിജയം നീ മാത്രമല്ല, ജനനം നിൻ കുതിരത്തല്ലേ, ജനിച്ചാൽ മരണമല്ലേ. ഒരുപാട് ഔലിയാക്കൾ, ഒരുപാട് അമ്പിയാക്കൾ, ഇവരെല്ലാം മൂത്തായില്ലേ ആഴങ്കബറിലല്ലേ. ഒരു ദിനമുണ്ടൊരു യാത്ര, മടക്കമില്ലാത്ത യാത്ര. കൂട്ടുകുടുംബം വിട്ട് പട്ടിലിൽ കയറിപ്പോവേണ്ടേ മക്കളെ. ജലാലമല്ല വിജയം നീ മാത്രമല്ല, ജനനം നിൻ കുതിരത്തല്ലേ, ജനിച്ചാൽ മരണമല്ലേ. ഇന്നാതാ പള്ളിക്കാട്ടിൽ, നാളേതാ മഹ്ശറയിൽ. കെട്ടുകൾ മൂന്നും കെട്ടി
കട്ടിലിൽ നിന്നെയുമേറ്റി മേരെ സുമാരാലിലേറ്റി കൂട്ടത്തിൽ നിലവിളി പൊട്ടി കൂട്ടുകാരെല്ലാം എവിടെ നാട്ടുകാരെല്ലാം എവിടെ ഒറ്റക്കരുളിയല്ലോ ഒരു ദിനമുണ്ടൊരു യാത്ര മടക്കമില്ലാത്ത യാത്ര ജലാലമല്ല വിജയം നീ മാത്രമല്ല. പലേ കെട്ടിപ്പൂട്ടി പാട്ടാട്ട മക്കളെ. കൂടമുള്ളച്ചിരിയുള്ള കൊയിലിൻ്റെ സ്വരമുള്ള പുതുപുതു മണവാട്ടി നിൻ്റെ അരിമുല്ലക്കിനാവിലെ അഴകേറും പുതുമാരൻ ഇതൈതവാരുന്നേ പെണ്ണെ ഇതൈതവാരുന്നേ. പുതുമാരൻ മോജീബിൻ്റെ പൂമാല ചാർത്തിയ പെണ്ണെ നെഞ്ചത്തിൽ അഴകുണ്ട പഞ്ചാരച്ചിരിയുണ്ടോ സെലു മോളെ. പുതുമാരൻ മോജീബിൻ്റെ പൂമാല ചാർത്തിയ സെലു കിച്ചാൻ വാളപ്പൂരം നെഞ്ചത്തിൽ അഴകുണ്ടോ സുന്നാര സെലു മോളെ പഞ്ചാരച്ചിരിയുണ്ട് മുജീബ് റഹ്മാനെ നെഞ്ചത്തിൽ അഴകുണ്ടോ സെലീന മോളെ. പുതുമാരൻ മുജീബിൻ്റെ പൂമാല ചാർത്തിയ പെണ്ണെ സെലു കിച്ചൻ വാളപൂരത്തിൻ്റെ പാട്ടു ഭർത്താവിൻ്റെ പേര് വെച്ച് പാട്ടുപാടിയ സെലു കിച്ചൻ വളപൂരമാണല്ലോ. ഹൃദയം നിറഞ്ഞവളല്ലേ ഹൃദയം നന്ദിയുള്ളവളല്ലേ പാവങ്ങളെ സഹായിക്കുന്നവളല്ലേ അള്ളാനെ പേടിച്ച് നടക്കുന്നവളാണ് സെലു കിച്ചൻ വളപുരത്തിനാശംസ നൽകുന്നു ആര് ഷമീർ ഷാനു മോനെ എൻ്റെ പ്രിയപ്പെട്ട ഷാനു മോനെ എന്ത് പേരെന്താ എൻ്റെ ഷാനു ഷമീറാണെന്ന്. സെലുവിൻ്റെ പ്രിയ ചങ്കായ ഷാനു ഷമീർ ഒരുപാട് നന്ദി. സെലു കിച്ചൻ ആശംസ നേരുന്നു. ഷമീർ ഷാനു മോനെ നിനക്ക് സുഖമാണടാ എന്നെ ഷാനു മോനെ പ്രിയപ്പെട്ട ചങ്കേ നിനക്ക് സുഖമാണോ ഷാനു മോനെ. എടപ്പാളി ദേശത്തിൽ വന്നവനാണല്ലോ ഒരുപാട് പ്രതിസന്ധിയുള്ളവനാണല്ലോ ഇന്നാലും സെലു കിച്ചൻ വളപുരത്തിനെ സ്നേഹിച്ച് കൂടെ നിന്നവളാണ്. സൗഹൃദം കുഞ്ഞിയാനീയനാണ് ഷമീർ ഷാനു കുഞ്ഞിയാനീയനാണ്. മലപ്പുറം ജില്ലയിൽ മലപ്പുറത്തുള്ള ഷമീർ ഷാനു ഒരുപാട് സെലു കിച്ചൻ ആശംസ നേരുന്നു. എൻ്റെ കൂടെ തിന്നതിന് ആശംസ നേരുന്നു ഷമീർ ഷാനു മോനെ. ഷാനു എൻ്റെ ഷമീർ ഷാനു 1000 നന്ദി പടച്ചോൻ്റെ അനുഗ്രഹമുള്ള മോനാണ് എൻ്റെ ഷമീറു ഷാനു മോനെ എൻ്റെ പ്രിയപ്പെട്ട ഷാനു മോനെ. നമ്മളെ മുർഷി മാഷും നല്ല സ്നേഹമുള്ളവനാണല്ലോ. മലപ്പുറം രാജ്യത്തിലുള്ള മാഷ് നമ്മളെ മുർഷി മാഷാണല്ലോ. ഒരുപാട് സമ്മാനം തന്നവന് എൻ്റെ മുഞ്ചുള്ള എൻ്റെ മുർഷി മോനല്ലേ. മലപ്പുറം ദേശത്തിലുള്ള ഇനി ഗവൺമെൻറ് സ്കൂളിൽ
അധ്യാപകൻ മുർഷിമാഷിനൊരുപാടാശംസ മുർഷിമാഷിനൊരുപാടാശംസ ഷമീർ ഷാനും മുർഷിമാഷും അനിയനാണ് എൻ്റെ സ്വന്തം സെലൂക്കിച്ചൻ്റെ അനിയനാണ് സ്വാഗതം ചെല്ലുന്നു ഒരുപാട് സ്വാഗതം ചെല്ലുന്നു ഞങ്ങളെ മാഷാണ് എൻ്റെ മാഷാണ് എൻ്റെ സ്നേഹത്തിൻ കുടമാണ് രണ്ട് മക്കള് എൻ്റെ ഷമീർ ഷാനു സുന്ദരനാണ് എൻ്റെ മുർഷിമോനും സുന്ദരനാണ് എല്ലാവർക്കും ദീർഘായസ് കൊടുത്താനൂർക്കരിക്കട്ടെ എന്നാൽ പിരിയട്ടെ മാസലമാ പിരിയട്ടെ മാസലമാ ഷാനുമോനും മുർഷിമോനും എൻ്റെ പ്രിയപ്പെട്ട ചങ്കാണല്ലോ എൻ്റെ കുഞ്ഞിയാനിയാനാണ് എൻ്റെ കുഞ്ഞിയാനിയാനാണ് ബുള്ളറ്റു മാനിക്കാടെ നേതൃത്വത്തിൽ കിട്ടിയ എൻ്റെ മുർഷിമോനാണല്ലോ സുന്ദരം മുർഷിമോനാണല്ലോ ബുള്ളറ്റു മാനിക്ക വൈറലാക്കി തന്ന സെലൂക്കിച്ചൻ വളപുരമല്ലേ ബുള്ളറ്റു മാനിക്ക ഫാൻസാക്കി തന്ന സെലൂക്കിച്ചൻ വളപുരത്തിന് ബുള്ളറ്റു മാനുക്കാരനുഗ്രഹിക്കുന്നു പാടച്ചവനെ ബുള്ളറ്റു മാനിക്ക നിങ്ങൾ നമ്മളെ സെലിബ്രിറ്റിയാക്കിയ ബുള്ളറ്റു മാനിക്കയാ എൻ്റെ മക്കളെ എൻ്റെ ബുള്ളറ്റു മാനിക്കയാ എല്ലാവരോടും സപ്പോർട്ടായിരുന്ന് പാവം കുറേ സങ്കടപ്പെട്ടിട്ട് വീഡിയോ ചെയ്തതല്ലേ എൻ്റെ സെലിബ്രിറ്റി ആക്കിയത് നമ്മുടെ സ്നേഹപൂർവ്വം ബുള്ളറ്റു മാനുക്ക എൻ്റെ ബുള്ളറ്റ് മാനിക്ക പോസാണ് എങ്ങനെയുണ്ട് മക്കളെ എൻ്റെ ഉപകരണം എല്ലാവരെ കുറിച്ചൊരു പാട്ടാണ് പാടി എനിക്ക് പെട്ടെന്നൊരു പാട്ട് പാടാൻ തോന്നി അത് പാടും ചെയ്തു നിങ്ങൾ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം പക്ഷേ ഞാനെന്താ വെച്ചിട്ടാ എനിക്ക് എല്ലാവരും കൂട്ടിയൊരു പാട്ട് അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയൊരു പാട്ടാണ് പക്ഷേ നിങ്ങൾ പൊട്ടത്തരാണോ വട്ടാണോ എന്നൊന്നും പറയരുത് ഞാൻ ആദ്യമേ പറയാണ് കേട്ടോ എനിക്ക് ബുള്ളറ്റ് മാനിക്കാനും ഷാനു ഷമീറിനെയും മുർഷിമോനെയും കുറിച്ചൊരു പാട്ടുണ്ടാക്കണത് എനിക്ക് വല്ല പോകണ്ടായിരുന്നു എൻ്റെ ഷാനു ഷമീറിനോട് പറഞ്ഞു സെലൂക്കിച്ചൻ്റെ ഭാഗം ഒരു പാട്ട് പാടെ അപ്പോൾ ഒരു യൂട്യൂബർ ഇതിനെക്കുറിച്ച് പാട്ട് പാടിയപ്പോൾ എനിക്ക് വല്ലാത്ത മോഹം അപ്പോൾ ബുള്ളറ്റ് മാനിക്ക നമ്മളെ വൈറലാക്കി ഫാൻസാക്കി തന്നത് ബുള്ളറ്റ് മാനിക്കയാണ് പിന്നെ അതിൻ്റെ അടിയിൽ കൂടെയാണ് ഇവരൊക്കെ വന്ന് കയറിയത് കേട്ടോ ആദ്യം ഷാനു വന്നു ആദ്യം ആദ്യം ബുള്ളറ്റ് മാനിക്ക വന്നു പിന്നെ റാബിയ നൗഷ് വന്നു പിന്നെ ജെസ്സി വന്നു പിന്നെ ഷാനു വന്നു പിന്നെ സപ്പൂസ് വന്നു അങ്ങനെ ഓരോരുത്തരും പിന്നെയാണ് പിന്നെ ഷമീർ ഷാനുവിൻ്റെ കൂടെ നിസാറ് വന്നത് പിന്നെയാണ് ഈ കണ്ട സഹപാഠികളൊക്കെ എൻ്റെ കൂടെ വന്നത് കേട്ടോ സച്ചിനെയാണ് പിന്നെ രണ്ടാമത് വന്നല്ലേ സച്ചിന വന്നിക്കോളൂ സച്ചിന വന്നപ്പോഴാണ് മൊത്തം പിന്നെ ഇതിനെക്കുറിച്ചുള്ള വൈറലായത് അത് ഞാൻ മറന്നു സച്ചിനയുടെ ഒരു കാര്യം അത് എപ്പോഴാണ് വന്നതെന്ന് ഇപ്പം എനിക്കറിയില്ല ഇവരൊക്കെ പരിചയപ്പെട്ടിട്ടില്ല മുന്നേ വന്നത് പരിചയപ്പെട്ടിട്ടാണെന്ന് എനിക്കറിയില്ല അത് വിട്ടുപോയി സോറിട്ട മക്കളെ അത് സജിന പാവാണ് സജിനാക്ക് ഇതിനെക്കുറിച്ച് നന്നൊന്നും വല്ല ബോധമൊന്നുമില്ല ഇവിടെ വന്നപ്പോഴാണ് എല്ലാവരും കൂടെ ഓള് പറഞ്ഞത് പിന്നെ മോണിസേഷൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞത് പക്ഷേ അങ്ങനെ വിളിച്ചു പറയണത് എനിക്ക് അത്ര ഇഷ്ടമല്ല നമ്മൾ ഒരു ഉപകാരം ചെയ്തത് ആരും വിളിച്ചു പറയണത് അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ് അതൊരിക്കലും ചെയ്യാൻ പാടില്ല കേട്ടോ അപ്പോൾ പിന്നെ ഒരു ചാനലിനോട് പറയുന്നുണ്ട് സജിന അങ്ങനെ ആരോ ഡിലേറ്റ് ആക്കിക്ക അപ്പോൾ നമ്മൾ മനഃപൂർവ്വം യൂട്യൂബ് ഡിലേറ്റ് ആക്കാണ്ട ഒരു കാര്യം ഉണ്ടായിട്ടില്ല പക്ഷെ ഫോട്ടോ സ്റ്റിക്കർ ആക്കണതിൻ്റെ ഇടയിൽ എങ്ങനെയെങ്കിലും അത് ക്ലിക്കായി പോയതാണെന്ന് എൻ്റെ വിചാരം പിന്നെ അത് വാണിംഗ് ഒക്കെ വന്നതായിരുന്നു അപ്പോഴും എൻ്റെ ഷാനുവിനാണ് അതിനൊക്കെ കുറ്റം വരുന്നത് എന്താ പറയുക ഷാനുവിൻ്റെ കൂടെ നിൽക്കുന്നതുകൊണ്ട് ഷാനു ഒരു തെറ്റും ചെയ്തിട്ടില്ല ഒരു ചില്ലി കാശ് പോലും അവനക്ക് ആഗ്രഹവും ഇല്ല ഞാൻ കൊടുത്താൽ തന്നെ മേടിക്കാത്ത എൻ്റെ ഷാനുമോന് കള്ളനാക്കി കാര്യങ്ങളാക്കി തട്ടിയെടുത്തു ഡിലേറ്റാക്കി എന്തൊക്കെ പറഞ്ഞു അതൊന്നും വാസ്തവമല്ല
ഈ സെലൂക്കിഷൻ വളപുരം കളിച്ച കളിയാണിതൊക്കെ. എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ സാനുവിൻ്റെ ഫോട്ടോ സ്റ്റിക്കറാക്കേണ്ട ഇടയിൽ എവിടെ കൈ പാളിപ്പോയതാണ്. അല്ലാതെ നിങ്ങൾ വിചാരിച്ച യൂട്യൂബ് പെട്ടെന്ന് ഡിലേറ്റ് ആക്കാനോ ഇതാക്കാനോ പറ്റൂല. നിങ്ങൾ വിചാരിച്ചത് ഒക്കെ ഇൻഫർമേഷൻ തെറ്റാണ്. ഷാനുവല്ല ഇതിൻ്റെ കാരണക്കാരൻ, ഞാനുമല്ല. ഇത് ഇതിൻ്റെ അടുത്തുനിന്ന് പയവ് പറ്റിയ ശ്രദ്ധ കുറവാണ്. അപ്പോഴും ഷാനു പറയും യൂട്യൂബുള്ള ഫോണിൽ നീ കളിക്കണ്ട, സാറ് ചാനലിൽ എന്തെങ്കിലും പറ്റിപ്പോവും പറഞ്ഞ് അവസാനം എൻ്റെ കൈ കെട്ടിട്ട് തന്നെ അത് പോയി. പിന്നെയെന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോരോ കാര്യങ്ങൾ കമൻ്റ് ഇടുന്നു. ബുള്ളറ്റുമാനൊക്കെ പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ കമൻ്റ് ഇട്ടു എന്നും പറഞ്ഞിട്ട് അധിക്ഷേപിക്കുന്ന ആൾക്കാർക്ക് പടച്ചോൻ തന്ന അത് ഇഷ്ടപ്പെടാത്ത പടച്ചോൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല ചാനൽ, അങ്ങനെ മുന്നോട്ട് പോകണ്ടെന്നുള്ളതേ കാര്യം. അപ്പം എന്നെക്കൊണ്ട് ചെയ്യിച്ചതാണ് ആ ഡിലേറ്റ് ആക്കൽ. അപ്പം ഞാൻ മനഃപൂർവ്വം എൻ്റെ യൂട്യൂബ് ചാനൽ ഡിലേറ്റ് ആക്കില്ല, എവിടെയെങ്കിലും നോക്കിയപ്പോൾ പോയതേക്കാരം. അതിൻ്റെ ഷാന് കുറേ പടി കയറ്റു. പടച്ചറപ്പേ അത് എന്നിട്ട് എൻ്റെ കൂടെ നിന്നുല്ലേ. എൻ്റെ മുത്തുമണീനെ ഒരുപാട് സങ്കടപ്പെടുത്തി നിങ്ങളെല്ലാവരും. അങ്ങനെ ഇനി ഒരിക്കലും ചെയ്യരുത് എൻ്റെ പൊന്നു മക്കളെ. എൻ്റെ ഷാനു എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ റൂഹിൻ്റെ ബാധ്യമാണ്. എന്താണെന്ന് വെച്ചാൽ ഒരു പ്രശ്നം വന്നാൽ എല്ലാ പ്രശ്നവും ഏറ്റെടുക്കുകയാണ്. എൻ്റെ എല്ലാ പ്രശ്നം എന്ന് പറഞ്ഞാൽ എല്ലാ പ്രശ്നം മുർഷിക്കത് ഒഴിവില്ല, ബുള്ളറ്റുമാനിക്കാർക്ക് ഒഴിവില്ല. ബുള്ളറ്റുമാനിക്കാർക്ക് കൂടിക്ക് ചോറുന്നാൻ തന്നെ നേരില്ല. അതാണ് ബുള്ളറ്റുമാനിക്ക. അത് നമ്മളെ അറിയാതും സ്നേഹിക്കായിട്ടൊന്നുമല്ല, പക്ഷേ അതിന് സമയമില്ലാത്തതുകൊണ്ടാണ്. അതിൻ്റെ ഇടയ്ക്ക് ഷമീർ ഷാനു വന്നത്. ഞാൻ ഷമീർ ഷാനോട് കാര്യം പറഞ്ഞത്. എൻ്റെ കൂടെ നിൽക്കാൻ സമ്മതിച്ച കുട്ടിയാണ് ഷമീർ ഷാനു. അത്ര നന്ദിയുള്ള കുട്ടികൾ ഈ ദുനിയാവിലുണ്ടാവില്ല മക്കളെ. അത്ര ഒരു സ്റ്റാൻഡേർഡും പക്വതയും അതിൻ്റെ ഒരു രീതി തന്നെ നല്ല അടുക്കും ചിട്ടിയും വൃത്തിയും വെടുപ്പും എന്ന് പറഞ്ഞ മാതിരി ഭയങ്കര സ്റ്റാൻഡേർഡിൽ സംസാരിക്കും. പക്ഷെ കണ്ടാൽ നമ്മൾ ക്ഷമ തോന്നും. എൻ്റെ സംസാരത്തിൽ തന്നെ ക്ഷമ ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിപ്പോ, പക്ഷെ കാണുമ്പോഴുള്ളൂ, അടുത്ത് കാണുമ്പോഴുള്ളൂ. ഒരു ഞാൻ പറഞ്ഞ യൂട്യൂബർ ഇന്നെ കമൻ്റ് ഇട്ടത് ഒരു മോശമായിട്ട് കമൻ്റൊക്കെ ഇട്ടായിരുന്നു. പക്ഷെ ഞാൻ പാവാന്ന് നേരിട്ട് കണ്ടപ്പോഴാണ് എൻ്റെ പാവത്തരം. അരുൺ നിസാറിൻ്റെ വീട്ടിലെ അയൽവാസിയാണ്. നിസാറിൻ്റെ വീടിൻ്റെ അയൽവാസി ആയിരുന്നു. നിസാറിപ്പോൾ എങ്ങനെയാണ് ഈ വന്നത്? ഷാനുവിൻ്റെ ചങ്കായതുകൊണ്ട് നിസാർ വന്നത്. അങ്ങനെ ഓരോരുത്തരും എൻ്റെ പരിചയമായി, ഫാൻസായി, അവർ റീച്ച് ഉണ്ടാക്കി ഒക്കെ ചെയ്തു. പക്ഷേ എനിക്ക് എന്നാലും ഞാൻ കാരണമാണ് ഇവർക്കൊക്കെ ഒരു സ്റ്റാൻഡേർഡിലും ആവതും ഒരു ചാനലിലും വ്യൂ ഉണ്ടാവുന്നില്ല. അതിന് ഷമീർ ഷാനിനെ പരാജയപ്പെട്ടത്. ഷമീർ ഷാനുവിൻ്റെത് പോസ്റ്റ് സ്റ്റേഷനും കട്ടായി കിടക്കായിരുന്നു. അപ്പോൾ ഒരു പാട്ട് പാടി ഓനക്കാണ് അതിൽ പരാജയം. ഓനക്കൊന്നും നേടാൻ കഴിഞ്ഞില്ല. ബാക്കിയുള്ളവരൊക്കെ റീച്ച് ഉണ്ടാക്കി എൻ്റെ കുറ്റം പറഞ്ഞിട്ടും കുറ്റം പറയാതെയൊക്കെ ചെയ്തു. പക്ഷേ എനിക്കത് സന്തോഷമുള്ളൂ. എന്താ വെച്ചാൽ അവർക്കില്ലാത്തത് കൊണ്ടല്ലേ നമ്മളെക്കൊണ്ട് അവർക്ക് റീച്ച് ഉണ്ടായത്. വളരെ സന്തോഷമായത്. അതുപോലെ ഫർഹാന അറിയാതെ വന്നതാണെങ്കിൽ പോലും ഫർഹാന അവൾക്ക് റീച്ച് ഉണ്ടായി. എല്ലാവർക്കും ഫർഹാന മലപ്പുറത്തിനും റീച്ച് ഉണ്ടായി, സച്ചിനാക്കും റീച്ച് ഉണ്ടായി, അതുപോലെ ജെസിക്കും. എല്ലാവരും പറയും എന്നെ കൂടെ നിന്ന് കുറച്ചൊക്കെ റീച്ച് ഉണ്ടായത് ഓൽക്കൊക്കെ തന്നെ. ഷാനുവിനാണ് 0 പോയിൻ്റ് ആയത്. സാനുവിന് അപ്പൊന്നുമില്ല. മുർഷിക്കും വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അതും കബൂലാക്കി കൊടുക്കട്ടെ. നല്ലൊരു മാഷായിട്ട് നല്ല കുട്ടികളെ പഠിപ്പിച്ച് സാറാകട്ടെ. എൻ്റെ മുർഷി മോൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. പാവം മുർഷി മോന് വിളിക്കാനും മെസ്സേജ് എടുക്കാനോ ഒഴിവില്ല, തിരക്കാണ് പാവം. അപ്പം നിങ്ങൾ മുർഷി മോനെ ചോദിക്കുമ്പോൾ എൻ്റെ ഇടം നെഞ്ച് കലങ്ങുകയാണ്. മുർഷി മോനെ കണ്ടിട്ട് കുറേ ദിവസം കാണാൻ പൂതി ആയിക്കോളും. അപ്പം ലൈക്കായിട്ട് കൊടുക്കുക, സബ്സ്ക്രൈബായിട്ട് കൊടുക്കുക, കമൻ്റ് ആയിട്ട് കൊടുക്കുക. ഓക്കെ, ബൈ, സി യു.